നമ്മുടെ ഇന്നത്തെ വീഡിയോ ഫാസിന 125 BS6 പറ്റിയാണ്. സോ എല്ലാവർക്കും ഓട്ടോസാപ്പിൻസിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. വണ്ടി ആദ്യം കാണുമ്പോൾ ശരിക്കും ഇതൊരു ഫാസിനോ ആണോ അതോ യമഹയുടെ പുതിയ വണ്ടിയാണോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് അതിൻ്റെ ഒരു ഡിസൈനിങ്ങും അതിൻ്റെ ഒരു ഗ്രാഫിക്സും കാര്യങ്ങളും എല്ലാം വന്നേക്കുന്നത്. എടുത്തു പറയേണ്ടത് അതിൻ്റെ ലുക്സ് തന്നെയാണ്. ഓവറോൾ പഴയ ഫാസിനോ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ചേഞ്ചസ് അതിൽ വന്നിട്ടുണ്ടെന്ന് തന്നെ പറയാം. വണ്ടി ഫാസിനോ ഫസ്റ്റ് ടൈം വരുമ്പോൾ 110cc ആയിരുന്നു. ആ ഒരു ടൈമിൽ ഇറങ്ങിയ ടൈമിൽ ഒരു വെറൈറ്റി ലുക്കൊക്കെ ആയിരുന്നു. ഒരുപാട് സെല്ലായി പോയ വണ്ടിയാണ് ഫാസിനോ എന്ന് പറയുന്നത്. ഇപ്പോൾ വണ്ടി 125cc സെഗ്മെൻറ്റിലാണ് വണ്ടി വരുന്നത്. ലുക്സ് എന്തായാലും എടുത്തു പറയേണ്ടതാണ്. ഈവൻ മിറേഴ്സിൽ പോലും അതിൻ്റെ ഒരു റിഫ്ലക്ഷനും കാര്യങ്ങളും നമുക്ക് കാണാനായിട്ട് പറ്റും. കാരണം വണ്ടിയുടെ ഒരു ലെവൽ തന്നെ മാറി എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തായാലും ആ ഒരു ക്രോമിയം എലമെൻ്റ് തന്നെയാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. സാധാരണഗതിയിൽ ഏത് വണ്ടിയിലായാലും ഒരു ക്രോമിയത്തിൻ്റെ ഒരു ബാഡ്ജിങ് കാര്യങ്ങളും സ്ട്രിപ്പും ഒക്കെ കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ലെവൽ മാറാനായിട്ടൊരു ഇത് തോന്നും. കാരണം കൂടുതലും പ്രീമിയം വണ്ടിയൊക്കെയാണ് ഈ ഒരു ക്രോമിയം എലമെൻറ്റ് പൊതുവേ കൊടുത്തു വരാറുള്ളത്. അപ്പോൾ അത് എന്തായാലും നല്ല രീതിയിൽ അതിലൊരു റിഫ്ലക്ഷൻ കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ കണ്ണ് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐ ക്യാച്ചിങ് ആയിട്ടൊരു ഹെഡ്ലൈറ്റ് ഉണ്ട്. ഹെഡ്ലൈറ്റ് ഇപ്പോഴും LED യൂണിറ്റിലോട്ട് കൺവേർട്ട് ആയിട്ടില്ല എന്നതൊരു ഡിസപ്പോയിൻമെൻ്റ് ആണെങ്കിൽ പോലും അതിന് ചുറ്റുമായിട്ടൊരു ക്രോമിയം എലമെൻ്റൊക്കെ വന്നപ്പോഴത്തേക്കും അത് മൊത്തത്തിൽ അങ്ങ് ഒരുപാട് ചേഞ്ചസ് ഉള്ള പോലെ തോന്നുന്നതല്ല, ചേഞ്ചസ് ഉണ്ട്. ഡിസൈൻ ആസ്പെക്ട്സിലായാലും ലുക്സിലായാലും നല്ലൊരു ഫീല് തരുന്നൊരു മോഡലിലാണ് അതിൻ്റെ ഒരു ഹെഡ്ലൈറ്റിൻ്റെ കാര്യങ്ങൾ വന്നേക്കുന്നത്. ഈവൻ മിറേഴ്സ് തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ രണ്ട് സൈഡിലൊരു ക്രോമിയത്തിൻ്റെ ഒരു ഷെയ്ഡ് അതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ യമഹയുടെ ഒരു ബാഡ്ജിങ് നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നതും മിഡിൽ സൈഡിലാണ് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത്. അവിടെയും ഒരു ക്രോമിയത്തിൻ്റെ സ്ട്രിപ്പ് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഒരു 3 ക്രോമിയം ഫിനിഷസ് വരുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഓവറോൾ ലുക്കിൽ അതൊന്ന് എടുത്ത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ലുക്കിന് ഒരുപാട് അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ പഴയത് വെച്ച് നോക്കുവാണെങ്കിൽ ഫെദർ ടച്ച് സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലും വന്നിട്ടുണ്ട്. സാധാരണ നമ്മൾ ആക്റ്റീവയിലൊക്കെ കണ്ടുവരുന്ന ഒരുപാട് ഫീച്ചേഴ്സൊക്കെ ഇതിലും കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്തായാലും ഒരുപാട് ബെറ്റർ തന്നെയാണ്. പിന്നെ വണ്ടി ബ്രേക്കിങ്ങിനെ വെച്ച് പറയുമ്പോൾ 2 യൂണിറ്റിലാണ്. ഡിസ്ക് യൂണിറ്റ് ഉള്ളതുകൊണ്ട് വിത്തൗട്ട് ഡിസ്ക് യൂണിറ്റും ഉണ്ട്. 190 mm ആണ് ഡിസ്ക് സൈസ് വരുന്നത്. കോംബി ബ്രേക്ക് സിസ്റ്റവും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതും ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി എഫക്റ്റീവ്നെസ് ഒക്കെ കൊടുക്കുന്നതാണ്. പിന്നെ ഈ ഒരു സെഗ്മെൻറ്റിൽ എടുത്തു പറയേണ്ടതാണ് അലോയ് വീൽസ് എല്ലാ വേരിയൻറ്റിലും ഉണ്ട്. നമുക്കിതിൻ്റെ സൈഡ് വ്യൂ നോക്കുമ്പോൾ ലെങ്ത് കുറച്ച് ഇൻക്രീസ് ആയ പോലെ തോന്നും. നല്ലൊരു വീൽ ബേസ് ഒക്കെ ഉണ്ട്. ആ സൈഡിലായിട്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു ഫാസിനോ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ്. പിന്നെ ബാക്ക് സൈഡ് വരുമ്പോൾ ടെയിൽ ലൈറ്റ് ഒരു V ഷേപ്പ് മോഡലിലാണ് ടെയിൽ ലൈറ്റ്. പക്ഷേ അത് കുറച്ച് ലെങ്ത് കൂടിപ്പോയില്ലേ എന്ന് തോന്നി. എന്നാലും അത്ര വൃത്തികേടും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്കിതിൻ്റെ എൻജിൻ സൈഡ് നോക്കാം. 125cc എയർ കൂൾഡ് 4 സ്ട്രോക്ക് SOHC FI എഞ്ചിനാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. 8.2 bhp പവറും 9.7 Nm ടോർക്കുമാണ് ഈ ഒരു എഞ്ചിൻ ഡെലിവർ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഓവറോൾ വെയിറ്റ് 99 കിലോഗ്രാം ആണ്. അതുകൊണ്ട് തന്നെ നല്ല ലൈറ്റ് വെയിറ്റ് ആണെന്ന് പറയാം. പ്രത്യേകിച്ചും ഫീമെയിൽസിനൊക്കെ ഇത് ഒരുപാട് വണ്ടി കൊണ്ടു നടക്കാനായിട്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും വരുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. പിന്നെ പൊതുവേ നമ്മൾ കണ്ടുവരുന്നതാണ് ലെഗ് റൂം സൈഡിൽ ഒരു ഹൂക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. മിക്ക വണ്ടിയിലും 2 സൈഡിൽ ഹൂക്ക് വരുന്നുണ്ട്. ഇതിൽ ഹൂക്ക് വരുന്നത് ഹാൻഡിലിൻ്റെ സൈഡിൽ മാത്രമാണ്. ഒരു സീറ്റിൻ്റെ സൈഡിലോട്ട് വരാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാൻ വയ്യ. അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. പിന്നെ ഇതിൽ ബാറ്ററി ലെഗ് റൂം സൈഡിലാണ്. അത് എത്രത്തോളം എഫക്റ്റ് ആണെന്ന് അറിയത്തില്ല. പക്ഷേ യമഹ അവകാശപ്പെടുന്നത് അതിൽ വെള്ളവും മറ്റും കാര്യങ്ങളൊന്നുമില്ല. വേറൊരു ബോക്സ് കൊടുത്ത് കേസിങ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതവിടെ വെച്ചത് എന്താണെന്നും അറിയാനായിട്ട് വയ്യ. നമ്മുടെ ചവിട്ടി നിൽക്കുന്നത്, അതായത് ഫൂട്ട് വയ്ക്കുന്ന ആ ഒരു ഏരിയയിലാണ് അതിൻ്റെ ഒരു ബാറ്ററിയും കാര്യങ്ങളും സെറ്റ് ചെയ്തിരിക്കുന്നത്. 720 mm ആണ് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ്. പിന്നെ അത്യാവശ്യം പ്ലാസ്റ്റിക് ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. സ്വിച്ചസ് ആയാലും എല്ലാ കാര്യങ്ങളും നല്ലൊരു ക്വാളിറ്റിയും കാര്യങ്ങളും തന്നെയാണ്. പിന്നെ ഇതിൽ പുതുതായിട്ടൊരു സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് വെച്ചിട്ടുണ്ട്. അത് സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫങ്ഷൻ അതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്റ്റീവ 125ലും ഹീറോ ഡെസ്റ്റിനി അതിലൊക്കെ കണ്ടുവരുന്നൊരു സിസ്റ്റമാണ്. അപ്പോൾ ഇതിലും യമഹയും ഇപ്പം അത് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും ബെറ്റർ തന്നെയാണ്. നമ്മളിപ്പോൾ ട്രാഫിക്കിലും മറ്റുമൊക്കെ പോകുന്ന ടൈമിൽ
ഇൻ കേസ് നല്ലൊരു ട്രാഫിക് ഉള്ള ടൈമിലാണെങ്കിൽ വണ്ടി ജസ്റ്റ് ഓഫ് ചെയ്തിട്ട് ഓൺ ആക്കേണ്ടി വരുന്നൊരവസ്ഥ വരുമ്പോൾ നമുക്ക് ഈ ഒരു മോഡിൽ പിടിച്ചിട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഒരു സ്വിച്ച് വെച്ച് കൺട്രോൾ ചെയ്യാം. ജസ്റ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ വണ്ടി നല്ല ട്രാഫിക് നിൽക്കുവാണെങ്കിൽ ഈ ഒരു സ്വിച്ച് പിടിച്ചിട്ടിരുന്ന വണ്ടി ഓട്ടോമാറ്റിക് അങ്ങ് ഓഫ് ആവും. പക്ഷെ നമ്മൾ ജസ്റ്റ് ത്രോട്ടിൽ കൊടുത്താൽ മതി, അപ്പോൾ സെൽഫ് അടിക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു ആ ഒരു ടൈമിൽ ഫ്യൂവലൊക്കെ ലാഭിക്കാം എന്ന് തോന്നുന്നു. അതായത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ കൺസോൾ ഒരു ബേസിക് കൺസോളാണെന്ന് പറയാം. സ്പീഡോമീറ്റർ, ഓഡോമീറ്റർ, ഫ്യൂവൽ ഗേജ് ഇതൊക്കെ തന്നെയാണ് നല്ല പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഇതും ഹൈ ബീം അതിൻ്റെ ഒരു ലൈറ്റും കാര്യങ്ങളും പിന്നെ ഈ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ചിൻ്റെയൊക്കെ ഇൻഡിക്കേഷനും ഒക്കെ ഉള്ളൂ. അങ്ങനെ വളരെ ബേസിക് ആയിട്ടുള്ള എന്നാലും നല്ലൊരു ഫീൽ തരുന്നൊരു കൺസോൾ തന്നെയാണ്. അണ്ടർ സീറ്റ് സ്റ്റോറേജ് 21 ലിറ്റർ ഉണ്ട്. പിന്നെ USB ചാർജർ ഇപ്പോൾ മിക്ക സ്കൂട്ടേഴ്സിലും ബൈക്സിലായാലും എല്ലാത്തിലും കോമൺ ആയിട്ട് വരുന്നുണ്ട്. അതും എന്തായാലും ബെറ്റർ ആയിട്ടൊരു കാര്യം തന്നെയാണ്. പിന്നെ ഫ്യൂവൽ ഫില്ലിംഗ് എക്സ്റ്റേണൽ ഇല്ല, അതൊരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ടാക്കി. 5.2 ലിറ്ററാണ് ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി. പിന്നെ ഇപ്പോൾ എല്ലാ BS6 ഉള്ള പോലെ സൈഡ് സ്റ്റാൻഡ് സെൻസേഴ്സൊക്കെ ഉണ്ട്. BS6 ഇപ്പോൾ നിർബന്ധമാക്കി, അതും ബെറ്റർ തന്നെയാണ്. സ്റ്റാൻഡ് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാക്കാൻ പറ്റത്തില്ല. പിന്നെ ഇതിൽ എന്തായാലും മൈലേജ് കൂടും. FI ആണ് ഇപ്പോൾ വരുന്ന മിക്ക വണ്ടിയിലും FI എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ മൈലേജ് നമ്മൾ കുറച്ചുകൂടെ പ്രതീക്ഷിക്കും. കമ്പനി പറയുന്നത് ഒരു 58-60 റേഞ്ചാണ്. അപ്പോൾ നമുക്കൊരു 55 റേഞ്ച് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ഇതിൻ്റെ എക്സ്-ഷോറൂം പ്രൈസ് വന്നിട്ട് ഡിസ്ക് യൂണിറ്റ് ആണെങ്കിൽ 70,000 രൂപയും ഡിസ്ക് ഇല്ലാത്ത യൂണിറ്റ് ആണെങ്കിൽ ഒരു 67 ഒക്കെയാണ് പറയുന്നത്. ഓൺ റോഡ് അല്ല, എക്സ്-ഷോറൂം പ്രൈസ് ആണ് കേട്ടോ. ഫാസിനോ 125ൻ്റെ വിശേഷങ്ങൾ ഇതോടുകൂടി പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. റോ സേഫ് ആൻഡ് ഗുഡ് ബൈ.